ഹലോ ഗായ്സ്, ചേട്ടപ്പം വിളിച്ചു പറഞ്ഞു റെഡി ആയിക്കാൻ. ഇവിടെ ഇപ്പം ഒന്നും പറഞ്ഞില്ല, പെട്ടെന്ന് റെഡി ആയിക്കാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് റെഡി ആവാണ്. ചെറിയൊരു സൺസ്ക്രീം, മോയ്സ്ചറൈസർ, ഒരു ഫൗണ്ടേഷൻ, ഇത് മാത്രമേ ഞാൻ ഇടുള്ളൂ. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യില്ല. അങ്ങനെ കുറേ പട്ടി ഷോയിലും കഴിഞ്ഞിട്ടാണ് അയ്യോ ലിപ്സ്റ്റിക് ഇട്ട്. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ അങ്ങനെ എടുത്തിട്ട് ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ പൊട്ട് കണ്ടു. അങ്ങനെ പൊട്ടിനെ അവിടെ ഇവിടെ തപ്പി പൊട്ടും അങ്ങനെ കിട്ടി. പൊട്ടെല്ലാം വെച്ച് പൊട്ടെല്ലാം വെച്ച് റെഡി ആയിട്ടുള്ള ഒരു മിറന്ന് നമ്മുടെ പട്ടി ഷോയാണ് ഇപ്പോൾ നിങ്ങൾ കാണാം. അതെല്ലാം കഴിഞ്ഞ് ചേട്ടനെ കാത്തിരുന്നിട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ ഒരുവിധം ചേട്ടൻ വന്നു. ഞാൻ ചോദിക്കുകയാണ് എവിടെ പോകാൻ, എവിടെ അപ്പോൾ ഒന്നും മിണ്ടില്ല. അങ്ങനെ കാറിൽ കയറിയിട്ട് പോകുന്നു, ഒന്നും മിണ്ടില്ല. വീട്ടിൽ ഒരു മൂവിക്കാണ്. അപ്പോൾ ഞങ്ങൾ ഏത് മൂവിയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് കാട്ടാണ്. അപ്പോൾ ഞാൻ കാട്ടാണ്, ഞാൻ ഇതുവരെ മൂവി ഞാൻ കേട്ടില്ല ഒന്നും. അപ്പോൾ ഞാൻ പക്ഷേ എന്നെ കളിയാക്കുന്നത് അങ്ങനെ ഒന്നുമില്ല, ഒരു മൂവിയുണ്ട് കാണാൻ പോകാമെന്ന് പറഞ്ഞു. പോണ വഴിക്ക് ചെറുതായിട്ട് മഴ. നിങ്ങൾ തന്നെ വിചാരിക്കും ഈ കൊച്ചിൻ്റെ ഫേസ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നെ കാർ ചെയ്ത് ഒരുപാട് കളിയാക്കി ഞാൻ പിണങ്ങിയിരിക്കുന്ന ഫേസാണ്. എങ്ങനെയോ ഒരുവിധം തിയേറ്ററിൽ എത്തിയിട്ട് ഇന്നേ ഒരു മൂവിയുടെ ഫസ്റ്റ് കണ്ടിട്ടില്ല. പകുതി ആകുമ്പോഴേ തിയേറ്ററിൽ എത്തത്തുള്ളൂ. അങ്ങനെ കാറെല്ലാം പാർക്ക് ചെയ്ത് തിയേറ്ററിലെത്തി. ഇനി എൻ്റെ സ്വയം അഭിപ്രായം പറയാം, മൂവി കണ്ടിട്ട് എങ്ങനെയാണ്. ബാക്കി മൂവി കണ്ടിട്ട് പറയാം. മൂവി ഒരു രക്ഷയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്വയം അഭിപ്രായമാണ് പറഞ്ഞത്. ഈ വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മൂവി ഇഷ്ടപ്പെടും. എനിക്കും ചാനൽ ഇഷ്ടപ്പെട്ടു. അന്ന് കണ്ടതിൽ എനിക്ക് ഒരു നഷ്ടവും തോന്നില്ല. നമ്മളെ പെപ്പേര് സൂപ്പർ പടം, പോയി എല്ലാവരും കണ്ടിരിക്കണം. അത് എൻ്റെ ഒരു സ്വയം അഭിപ്രായം. ബാക്കി എല്ലാവർക്കും ഒരേ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ മൂവിയെല്ലാം കണ്ടു ഇറങ്ങി. പടത്തിനെ പറ്റി പറയാൻ ഒരു രക്ഷയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. മസ്റ്റ് വാച്ചിങ് സിനിമയാണ്. നിങ്ങൾ പോയി കാണുക. കണ്ടിട്ട് നിങ്ങൾ സ്വയം അഭിപ്രായം പറയാം. മൂവി കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ബൈ.